എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐഡിയയും കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ വെക്കേഷനൊക്കെ ആണല്ലോ, എക്സാമൊക്കെ ഇന്ന് കഴിയും കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതുപോലത്തെ ഉണങ്ങിയിട്ടുള്ള ചുള്ളിക്കമ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വണ്ണമൊക്കെ സെയിം ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കാൻ നോക്കട്ടോ. അപ്പോൾ പല പല വണ്ണത്തിലുള്ളതാണെങ്കിൽ അത്ര ഭംഗിയായിട്ടില്ല. എന്നിട്ട് ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെയുള്ള പീസുകൾ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഒരേപോലത്തെ ഏകദേശം കളക്ട് ചെയ്ത് എടുത്തതാണ്. ഇതേ രീതിയിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വേണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം ആദ്യം. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റ് പേപ്പർ വേണം. അപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറൊക്കെ ആണെങ്കിൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു കോൺ പോലെ ഇതിങ്ങോട്ട് ആക്കിയെടുക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു കോർണറിൽ നിന്ന് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കോണാക്കുകയാണേ. എത്ര ഹൈറ്റ് വേണോ അത്രയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായവർ താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുള്ളിക്കമ്പുകളില്ലേ, അത് നമുക്ക് ഒരേ വലുപ്പത്തിലുള്ളത് നോക്കിയിട്ട് ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ നിരനിരയായിട്ട് ഒന്നിൻ്റെ അടുത്ത് ഒന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഒരേ വലുപ്പത്തിലുള്ള ഒട്ടിക്കുകയാണ് കൂടുതൽ നല്ലത് കേട്ടോ. എൻ്റെ ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് അടുത്ത ഒരു സെറ്റ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ മറ്റേതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ കേട്ടോ. ഇനി ഇതും ഒരു റൗണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു സെറ്റും കൂടി ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒരേ രീതിയിൽ ഒട്ടിക്കാനായിട്ട് ഒരേ വലുപ്പത്തിൽ ഒട്ടിക്കാൻ നമുക്ക് അത്ര പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ചെറിയ പീസ് വയ്ക്കേണ്ടി വരും, ചിലപ്പോൾ വലുത് വെച്ചാൽ ശരിയാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. നമുക്ക് എന്തായാലും അടിയിലത്തെ പേപ്പർ കാണരുത്, അതിനനുസരിച്ചിട്ട് ചുള്ളിക്കമ്പുകൾ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ചെറുതൊക്കെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടാട്ടോ ഇതിങ്ങനെ ഫില്ലാക്കുന്നത്. ഇപ്പോൾ സംഭവം ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ പച്ച കളറുള്ള ഉളൻ ത്രെഡാണ് വേണ്ടത് കേട്ടോ. ഇനി ഈ ഒരു നൂല് ഞാൻ നമ്മുടെ വിരലിൽ ഇതേപോലെ ഒരു 8-10 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ, അത് ഇതിലിടയിൽ പെട്ട് പോകരുത്. അതുപോലെ നമ്മൾ ഫുള്ള് ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗവും ഇപ്പോൾ ലാസ്റ്റത്തെ ഭാഗവും കൂടെ പിടിച്ചിട്ട് ഒന്ന് കൂട്ടി കെട്ടുക. അപ്പോൾ നന്നായിട്ട് ഉറപ്പിച്ച് കെട്ടിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുത്തപ്പോൾ കണ്ടോ ഇതേ രീതിയിലാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു റൗണ്ട് കളഞ്ഞിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് വിടർത്താം. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെയാണ് ആയത്. അപ്പോൾ ഇതാണ് ആ സംഭവം കണ്ടോ. ഇനി നമുക്കിതുപോലെ ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. രണ്ടാമത് ചെയ്യുമ്പോൾ ഞാനൊരു ചെറിയ പീസ് ഇതുപോലെ വിരലിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ നൂലിങ്ങനെ ഒരു 5-8 പ്രാവശ്യം, ഒരു 8-10 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത നൂല് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കണം. ഇങ്ങനെ ചെയ്താലും മതി. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയ ശേഷം നമുക്കിത് വിരലിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. കണ്ടോ, ഇനി നമുക്കതിൻ്റെ ആ ഒരു റൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിക്കളയാം. ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഞാനൊരു ചീർപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്, ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ചെയ്യുക. അടുത്തതായിട്ട് ഞാനിപ്പോൾ കുറച്ച് മുട്ടത്തോട് ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ടത്തോടിനെ ഇതുപോലത്തെ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഒരു അയൺ ബോക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അയൺ ബോക്സിന് പകരം വേറെ എന്തെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അടിഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്താലും മതി. എന്നിട്ട് ഈ കവർ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഞ്ഞായിട്ട് നന്നായിട്ട് ക്രഷായിട്ട് കിട്ടും. എന്നാൽ നന്നായിട്ട് പൊടിയാൻ പാടില്ല. പൊടിക്കാനായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ മിക്സിയിലിട്ട് തിരിക്കായിരുന്നു. ഇത് പൊടിക്കാനല്ല, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിട്ടിയാലേ നമ്മൾ ഉദ്ദേശിച്ചൊരു ഭംഗി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫ്ലാറ്റ് സർഫസ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതേപോലെ അമർത്തി കൊടുത്താൽ നന്നായിട്ട് ഇതേ രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. കണ്ടോ,
ഇപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ ഹാൻഡ് ബോക്സ് ആണെങ്കിൽ നല്ല കട്ടിയുള്ള കവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു വര പോലെ വന്നാലോ, അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല ചുവന്ന കളറുള്ള മുത്തുകളാണ്. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ എടുത്തിട്ട് അതിൽ ഇതേ രീതിയിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ ഗമ്മാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഗമ്മാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടത്തോടില്ലേ, അത് ഇതേ രീതിയിലൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിരുന്നോളും, നല്ല മഞ്ഞ് വീണ പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പൗഡർ ആക്കരുത്, ഇതേ രീതിയിൽ തന്നെ ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വുളൻ ത്രെഡ് വെച്ചിട്ടുള്ള സംഭവമല്ലേ, അത് ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു 5-6 എണ്ണം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുവന്ന മുത്തുകളും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചിരട്ട വെച്ചിട്ട് നല്ലൊരു ക്രിസ്മസ് അപ്പൂപ്പനെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരൊക്കെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ 2ാമത്തെ ക്രാഫ്റ്റാണ്. അപ്പോൾ മുമ്പത്തെയും ഇതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്